നമ്മുടെ മുകേഷ് MLA ആണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത്. ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരുപാട് ദിവസം കിട്ടിയല്ലോ. 59 ദിവസം, 59ാമത്തെ ദിവസമാണ്. 7 മണ്ഡലങ്ങളിലും ഒരു 3 റൗണ്ട് വെച്ചൊക്കെ പരമാവധി എല്ലാ സ്ഥലത്തും ഒരു ദിവസം കണ്ടാണ് കുറച്ച് മഴ പെയ്തത്. അപ്പോൾ അത് ടുവേർഡ്സ് ലാസ്റ്റായി പോയി. അവിടെ നിന്ന് കുറച്ച് ഒരു 8-9 സ്വീകരണങ്ങൾ അവിടെ കുടുംബയോഗവും വെച്ചിട്ടുണ്ട്. അങ്ങയുടെ പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇന്നസെൻ്റ് മരിച്ചുപോയ മഹാനടന ഇന്നസെൻ്റ് പറഞ്ഞിട്ടുണ്ട്, കണ്ണുകളിലൂടെ നമുക്കറിയാം വോട്ടാണോ എന്നുള്ളത്. അത്തരത്തിലുള്ള എത്ര കണ്ണുകൾ കണ്ടു? അല്ലെ കാണുന്ന മുഴുവൻ അതായിരുന്നു? അല്ല, ഇത് മുഴുവൻ അതായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. അതിനകത്ത് സത്യസന്ധത ഇല്ലായ്മയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഒരാൾ എന്നെ നോക്കില്ല. ഞാൻ മൈക്കിൽ കൂടെ വിളിച്ച് പറയും ഹലോ എന്ന് പറയും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം വിചാരിച്ചോണം അത് വളരെ വിരലിലെണ്ണാവുന്ന. പിന്നെ ഒരു 3-4 പേരൊക്കെ അങ്ങനെ മാറി നിൽക്കുന്നത്. ചിലപ്പോൾ അവർ BJP-കാരായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കും. അപ്പം ഞാൻ അവരോട്, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, അവരോട് പറഞ്ഞു നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോ, പക്ഷേ നിങ്ങളെ 41 കൊല്ലം സന്തോഷിപ്പിച്ച ഒരാളാണ്. തിരിച്ചൊരു പുഞ്ചിരി അവകാശമാണ്, എൻ്റെ അവകാശമാണ്. അതാകാം വോട്ടെപ്പോഴും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ പറയണം ഞാൻ നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിൽ 3-4 വോട്ട് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഉറപ്പുണ്ട്, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ സൽപ്രവർത്തിയാണ് ചെയ്തത് ഇത്രയും കാലം. അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇപ്പം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം കൊച്ചു കുട്ടികൾ ഗോഡ് ഫാദറിലെ പാട്ടിട്ട് നൃത്തം ചെയ്ത് എൻ്റെ മുമ്പിൽ കാണിക്കുകയാണ്. ഇന്ന് ഹരികർണകളിലെ ഡയലോഗ് ഇങ്ങനെ കാണിക്കുകയാണ്. അവർ ജനിച്ചിട്ടില്ല, അവരുടെ മാതാപിതാക്കളും ജനിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ മലയാളം ഉള്ളിടത്തോളം കാലം മുന്നോട്ട് പോകുന്ന കലാസൃഷ്ടികളിൽ പങ്കാകാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു ഭാഗ്യമില്ല. അത് അവർ ആസ്വദിക്കും. അപ്പോൾ വിജയം സുനിശ്ചിതമാണ്. തീർച്ചയായിട്ടും സുനിശ്ചിതം തന്നെയാണ്. ഈ 1.5 ലക്ഷം ഭൂരിപക്ഷമായിരുന്നു നമുക്ക് പിടിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും അതിന് മേലെ ഭൂരിപക്ഷം വരും. 1.5 ലക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഈ ഗോഡ് ഫാദറിൻ്റെയൊക്കെ പാട്ട് പാടി അവർക്ക് തന്നെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. അപ്പോൾ ഇവരെല്ലാവരും മന്ത്രിമാരാകും, ഓരോരോ മന്ത്രിമാരാകും. പിന്നെ അതിനകത്ത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടി ആ സമയത്ത് ശബരിമല സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ വിശ്വാസത്തിൽ 1.5 ലക്ഷം അതിൻ്റെ മുകളിൽ എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം അത് ഭയങ്കര എന്താ പറയുന്നത് നടക്കാത്ത മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നറിയാം. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങുന്നു, നമ്മൾ വിജയിക്കുന്നു. ഇന്നത്തെ ഈ നിശബ്ദ പ്രചാരണത്തിൽ എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്നത്തെ കഴിവതും നമ്മൾ വിട്ടുപോയിട്ടുള്ള സ്ഥലങ്ങൾ, ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന മഠങ്ങൾ, പള്ളികൾ, അതേപോലെ തന്നെ വലിയ ഹോസ്റ്റലുകൾ, കോളനി ഒക്കെ വിട്ടുപോയിട്ടുള്ള, പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വൈകുന്നേരം കുറേ വീടുകൾ കയറാനും, നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരുടെ വീടുകൾ കയറാനും, അങ്ങനെ വിട്ടുപോയിട്ടുള്ള എല്ലാ സ്ഥലവും ഒന്ന് കവർ ചെയ്യാനുള്ള തീരുമാനമാണ്. എന്തായാലും വോട്ടർമാരോട് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ തന്ന ആത്മവിശ്വാസം, നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെങ്കിൽ അത് ഒന്ന്. പിന്നെ ഞാൻ ഈ 59 ദിവസം നിങ്ങൾ പറഞ്ഞതെല്ലാം, നിങ്ങൾ ചെയ്തതെല്ലാം, നിങ്ങളുടെ സ്നേഹവായ്പും നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ആ ഒരു ഭയങ്കരമായ അറ്റാച്ച്മെൻ്റ് എല്ലാം സത്യമാണ്. അതിനകത്തൊരു കാപഡ്യവുമില്ല, ഒരു അഭിനയവുമില്ല. അത് കൊല്ലംകാരൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നികേഷ്, ഇദ്ദേഹം ഇന്ന് കോൺവെൻറ്റുകളും ഈ ആശ്രമങ്ങളെല്ലാം കയറിയിറങ്ങി അതിന് ശേഷം ചില വീടുകളിലും കൂടെ പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും വിജയം അദ്ദേഹത്തിന് സുനിശ്ചിതമാണെന്ന് ഭൂരിപക്ഷം ഇനി തീരുമാനിക്കേണ്ടതില്ല. അത്ര കുട്ടികൾ പോലും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച പാട്ടുകൾ പാടി അദ്ദേഹത്തെ വരവേറ്റു. അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളടക്കം